അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സദാത്തുക്കളെ, ബഹുമാന്യ ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർമ്മവും മർമ്മവും എന്ന ഇന്നത്തെ നമ്മുടെ പങ്ക്തിയിൽ ചർച്ച ചെയ്യുന്നത് ഉളുഹിയ്യത്ത് സംബന്ധമായിട്ടാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വഹീഹ ഹദീസിൽ തന്നെ കാണാം, പെരുന്നാളിൻ്റെ അന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഉളുഹിയ്യത്ത് കർമ്മം, ബലിദാനം എന്ന് പറയുന്നത്. മാത്രവുമല്ല, മഹാന്മാരാകുന്ന ഫഖഹാക്കൾ പഠിപ്പിക്കുന്നത് ആഖദു ദിമാഇൽ മസ്നൂന അൽ ഹദായ സുമ്മൽ ലൊഹായ സുമ്മൽ അഖീഖ സുമ്മൽ അതീറ സുമ്മൽ ഫറഅ്. സുന്നത്തായ അറവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അൽ ഹദായ എന്ന് പറയുന്ന ഹദായയുടെ അറവാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമതെന്ന് പറയുന്നത് സുമ്മൽ ലൊഹായ, അത് ദൊഹായയുടെ അറവ്, ഉളുഹിയ്യത്തിൻ്റെ അറവാണ് എന്നതാണ്. അതിന് ശേഷമാണ് മൂന്നാമത് വരുന്നത് അഖീഖത്തിൻ്റെ അറവ്, നാലാമത്തത് അതീറത്തിൻ്റെ അറവ്, അഞ്ചാമത് ഫറഇൻ്റെ അറവ് എന്നതാണ്. ഓരോന്നും കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയം മതിയാവുകയില്ല. നമുക്ക് നമ്മുടെ വിഷയമാകുന്ന ഉളുഹിയ്യത്തിലേക്ക് വരാം. ഹദായ, അതുപോലെ തന്നെ അതീറ, ഫറഅ്, ഇതൊക്കെ നമുക്ക് വിശദീകരിക്കുമ്പോൾ സമയം കൂടി പോകുന്നത് കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് ഉളുഹിയ്യത്തിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് തന്നെ മാ യുദ്ബഹു മിനൻ നഅമി തഖറുബൻ ഇലല്ലാഹി തആല ഫി സമനിൽ ആതി, അഥവാ ബലിപെരുന്നാളിൻ്റെ അന്നോ തൊട്ടടുത്തുള്ള 3 ദിവസങ്ങളിലോ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഖുർബത്ത് എന്ന നിലക്ക് അറക്കപ്പെടുന്ന മൃഗത്തിനു പറയുന്ന പേരാണ് ഉളുഹിയ്യത്ത് എന്നത്. ആ ഉളുഹിയ്യത്തിനെ കുറിച്ച് പറയുന്നത്, അതിൻ്റെ വിധി എന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്താണ്. അതിന് കഴിവുള്ള ആളുകൾക്കൊക്കെ തന്നെ ഉളുഹിയ്യത്ത് അറക്കൽ മുഅക്കദായ സുന്നത്താണ്. അങ്ങനെ സുന്നത്തുള്ള ആളുകൾ അത് ഒഴിവാക്കൽ കറാഹത്തുമാണ് എന്നതാണ് നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു തവണ ഉളുഹിയ്യത്ത് വാജിബായിരുന്നു എന്ന് മഹാന്മാരാകുന്ന ഫഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. സർവാനി 9-ാം വാള്യം 344 ഈ വിഷയം കാണാവുന്നതാണ്. പെരുന്നാൾ ദിവസത്തെയും അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളെയും തൻ്റെയും ആശ്രിതരുടെയും ചെലവ്, ആവശ്യമാകുന്ന ഭക്ഷണം, വസ്ത്രം, മറ്റു പാർപ്പിടമൊക്കെ, അതുപോലെ തന്നെ കടവുമൊക്കെ കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഉളുഹിയ്യത്ത് കർമ്മം മുഅക്കദായ സുന്നത്താകുന്നു. സാധാരണ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നിടത്ത് പറഞ്ഞ ആ കഴിവ്, ഫിത്ർ സക്കാത്തിന് ആർക്കാണ് നിർബന്ധം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അവിടെ കഴിവുള്ള ആളുകൾക്ക്, ആ രീതിയിൽ തന്നെ കഴിവുള്ള ആളുകൾക്കൊക്കെ തന്നെ ഉളുഹിയ്യത്ത് അറക്കലും സുന്നത്താണ്. ഉളുഹിയ്യത്ത് അറക്കാവുന്ന മൃഗങ്ങൾ ആട്, മാട്, ഒട്ടകങ്ങൾ, ഇവയാണല്ലോ ഉളുഹിയ്യത്തിന് പറ്റാവുന്ന മൃഗങ്ങൾ. അത് തന്നെ ഉളുഹിയ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതി, ഏറ്റവും അതിൻ്റെ ഫളീലത്തിൻ്റെ മർത്തബ വിവരിക്കുന്നത്, മറാത്തിബുൽ ഫളീലത്ത് പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായത് 1-ാം നമ്പർ നിൽക്കുന്നത് 7 ആടുകൾ അറുക്കലാണ്. ഒരാൾ ഒരു ഉളുഹിയ്യത്തായിട്ട് 7 ആടുകൾ അറുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒട്ടകത്ത് അറുക്കുന്നു. 2-ാം സ്ഥാനം ഒരു ഒട്ടകത്ത് അറുക്കുന്നതിനാണ്. 3-ാം സ്ഥാനം ഒരു കാളയെ, പോത്തിനെ, മാടുവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ അറുക്കുക. 4-ാം സ്ഥാനം ഒരു നെയ്യാടിനെ അറുക്കലാണ്. 5 ഒരു കോലാടിനെ അറുക്കലാണ്. 6-ാം സ്ഥാനം ഒട്ടകത്തിൽ ഒരു ഷെയർ എടുക്കലാണ്. 7 1 എടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, 7-ാമത്തെ സുബൂൽ ബക്കറത്തിൻ്റെ, മാടുവർഗത്തിൽപ്പെട്ട ഒന്നിൻ്റെ 7 1 ഒരു ഷെയർ എടുക്കലാണ്. അതാണ് അതിൻ്റെ രീതി. അവിടെ തന്നെ മഹാന്മാർ ഫഖഹാക്കൾ പറഞ്ഞു, തുഹഫയുടെ 9-ാം വാള്യം 350 കാണാം, വശാത്തുൻ അഫ്ളലു മിൻ മുശാറക്കത്തിൻ ഫി ബഈരിൻ, ഒരു ഒട്ടകത്തിൽ പങ്കുചേരുന്നതിനേക്കാൾ നല്ലത് ഒരു ആടിനെ തനിച്ച് അറുക്കലാകുന്നു. നമ്മൾ സാധാരണ ഷെയർ ചേർന്നുകൊണ്ട് നമ്മൾ ഒട്ടകത്തെയും ആടിനെയൊക്കെ അറുക്കും. 7 ആളുകൾ കൂടിയിട്ടോ അല്ലെങ്കിൽ താഴെയുള്ള ആളുകൾ കൂടിയിട്ടോ അറുക്കാറുണ്ട്. ഇവിടെ ഷെയർ എന്ന് പറയുമ്പോൾ ഒരു മൃഗത്തിൽ 7 പേർ തന്നെ വേണമെന്നില്ല. ചിലരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും ചോദിക്കാറുണ്ട്, ഉസ്താദേ നമുക്ക് 5 പേരെ കിട്ടിയിട്ടുള്ളൂ, 7 ആളായിട്ടില്ല, അതിന് അറക്കാൻ പറ്റുമോ എന്ന്. 7 വേണം എന്നില്ല, ഒറ്റയ്ക്ക് അറക്കാവുന്നതാണ്. അല്ലെങ്കിൽ 2 പേർക്ക് ചേർന്ന് അറക്കാം. അതിന് കഴിയില്ല 3 പേർക്ക് ചേർന്ന് അറക്കാം, 4 പേർക്കാകാം, 5 പേർക്ക്, 6 പേർക്ക്, 7 പേർക്ക് വരെ പങ്കാകാം. 8ാമതൊരാൾക്ക് പറ്റില്ല. ഒരു മൃഗത്തിൽ ചുരുങ്ങിയത് ഒരാൾക്ക് അതിൻ്റെ 7 1 ഉണ്ടാകേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പം അങ്ങനെ 7 1 ഒരു ഷെയർ, 1 2 ഷെയർ എടുക്കുന്നതിനേക്കാൾ അഫ്ളൽ ഒരാൾ ഒരു ആടിനെ
സ്വയം ഒറ്റയ്ക്ക് ഒരു ആടിനെ അറുക്കലാണ് നല്ലത് എന്ന് ഫുഖാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. നമ്മുടെ ഈ ആട്, മാട്, ഒട്ടകങ്ങൾ എന്ന് പറയുമ്പോൾ ആ മൃഗങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ഒന്ന് പ്രായം, അത് ഒരു വയസ്സ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന കോലാടും അതുപോലെ മാടുവർഗവും 2 വയസ്സ് പൂർത്തിയായതായിരിക്കണം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാകണം. നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവുകയോ 6 മാസത്തിനു ശേഷം പല്ല് കൊഴിഞ്ഞതോ മതിയാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ഈ മൃഗങ്ങൾക്കൊക്കെ വയസ്സ് നിബന്ധനയുള്ളതുപോലെ ആ ജീവികൾ സാധാരണ നാട്ടിലുള്ളതാവണം, നാട്ടിൽ വസിക്കുന്നവയാകണം. കാട്ടുപോത്തോ കാട്ടാടോ മറ്റൊന്നും തന്നെ ഉളഹിയത്തിനും മതിയാവുകയില്ല എന്ന് തുഹഫയുടെ 9-ാം വോള്യം 348-ാം പേജിൽ കാണാം. അതുപോലെ തന്നെയാണ് ഈ പറയപ്പെട്ട ആട്, മാട്, ഒട്ടകങ്ങൾ മാത്രമേ മതിയാവുകയുള്ളൂ. അതേസമയം ഈ ജീവികളും ഈ പറയപ്പെട്ട ആടും മറ്റൊരു ജീവിയും ഇണചേർന്നുകൊണ്ടൊരു പുതിയ ജീവി ഉണ്ടായാൽ അതുപോലും മതിയാവുകയില്ല. ഫലാ യക്ഫി മുതവല്ലിദുൻ ബൈന വാഹിദിൻ മിൻ ഹാദിഹി വഗൈരിഹാ. ഈ ഉളഹിയത്തിന് പറ്റാവുന്ന ഒരു മൃഗവും പറ്റാത്ത വേറെ ഏതെങ്കിലും മൃഗവും ഇണചേർന്ന് അതിലൊരു കുഞ്ഞുണ്ടായാൽ അതുപോലും ഉളഹിയത്തിന് മതിയാവുകയില്ല. ബി ഖിലാഫി മുതവല്ലിദിൻ ബൈന നൗഐനി മിൻഹാ. അത് ഉളഹിയത്തിന് പറ്റാവുന്ന 2 മൃഗങ്ങൾ, ആട്, മാടൊട്ടകങ്ങൾ പറ്റുന്നതാണല്ലോ, പറ്റുന്ന 2 മൃഗങ്ങൾ, വ്യത്യസ്ത ജിൻസിൽപ്പെട്ട 2 ജീവികൾ ഇണചേർന്ന് കൊണ്ട് അതിലൊരു കുഞ്ഞുണ്ടായാൽ അതിന് ഉളഹിയത്തിന് മതിയാകുന്നതാണ്. അവിടെ പരിഗണിക്കേണ്ടത് ഉയർന്ന വയസ്സാണ്. അതായത് നെയ്യാടാണെങ്കിൽ 1 വയസ്സാണല്ലോ നമ്മൾ പരിഗണിക്കുക, 1 വയസ്സ് പൂർത്തിയായാൽ മതി. കോലാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവുകയും വേണം. അങ്ങനെ നെയ്യാടിൽ നിന്നും ആ 2 ആടുകളിൽ നിന്ന് ഒരു കുഞ്ഞു ജനിച്ചാൽ, നെയ്യാടിൽ നിന്നും കോലാടിൽ നിന്നും ഇണചേർന്നുകൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ഉളഹിയത്തിന് മതിയാവുമെങ്കിലും അവിടെ കൂടിയ വയസ്സ് 2 വയസ്സ് പരിഗണിക്കണം. നെയ്യാടിൻ്റെ വയസ്സല്ല പരിഗണിക്കുക, കോലാടിൻ്റെ വയസ്സ് ആണ് പരിഗണിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇനി അങ്ങനെ ആട്, അതുപോലെ തന്നെ ബക്കർ, പശു, ഇവരിൽ നിന്ന് ഒരു കുഞ്ഞു ജനിച്ചാൽ അത് ഉളഹിയത്തിന് മതിയാകുമെങ്കിലും അന്നഹു ലാ യുജു ഇല്ലാ അൻ വാഹിദിൻ, ഒരാൾ തൊട്ടല്ലാതെ മതിയാവുകയില്ല. കാരണം അതിൽ ഷെയർ പറ്റുകയില്ല. കാരണം ഒന്ന് ആടിൽ നിന്നും മാടിൽ നിന്നും കൂടി ജനിച്ചത് മൃഗമാകുമ്പോൾ അതിൽ ഷെയർ പറ്റുകയില്ല എന്നതാണ് നിയമം. അതുപോലെ തന്നെയാണ് ഉളഹിയത്തിന് പറ്റാവുന്ന മൃഗങ്ങൾ നമ്മൾ പറഞ്ഞു. ആട്, മാട്, ഒട്ടകങ്ങളാണ്. അവയിൽ ആണും പെണ്ണും എല്ലാം പറ്റുന്നതാണ്. എങ്കിലും അഫ്ളൽ ആണാണ് എന്നും അവിടെ കാണാവുന്നതാണ്. അതുപോലെ ആണാകുമ്പോൾ തന്നെ അവിടെ കാളയും മൂരിയും ഒക്കെ മണി ഉടച്ചതും ഒക്കെ പറ്റുന്നതാണ്. ഉടച്ചതിന് യാതൊരു വിരോധമില്ല, അത് ഉളഹിയത്തിനും മതിയാകുന്നതാണ് എന്ന് തുഹഫയുടെ 9-ാം വോള്യം 349-ൽ കാണാം. അതുപോലെ തന്നെ ഈ മൃഗങ്ങൾക്ക് പറയപ്പെട്ട ഒരു ഐബുകൾ ഇല്ലാതിരിക്കണം. ഉളഹിയത്തിന് പറ്റണമെങ്കിൽ ഈ പറയപ്പെട്ട വയസ്സുകളുണ്ട്, ഈ നിബന്ധനകളുണ്ട്. അതോട് കൂടെ തന്നെ ഐബുകളൊന്നും തന്നെ ഇല്ലാത്ത, ഐബുകൾ എന്ന് പറഞ്ഞാൽ മജ്ജയും അതുപോലെ നെയ്യുമൊക്കെ നശിച്ച് മാംസത്തിൻ്റെ ആവശ്യക്കാർ മിക്കവാറും ഇഷ്ടപ്പെടാത്ത വിധം മെലിഞ്ഞൊട്ടിയതാവുക, അതുപോലെ ഭ്രാന്ത് പിടിപെട്ടത്, ചെവിയിൽ നിന്നോ ഭക്ഷിക്കപ്പെടുന്ന മറ്റു അവയവങ്ങളിൽ നിന്നോ അല്പം മുറിഞ്ഞു പോയതാവുക, പല്ലുകൾ കൊഴിഞ്ഞു പോയതാവുക, കാഴ്ച ഇല്ലാത്ത ജീവിയാവുക, വ്യക്തമായ മുടന്തുള്ളത്, രോഗമുള്ളത്, വ്രണമുള്ളത്, കുരുവുള്ളത്, അതുപോലെ തന്നെ ഗർഭമുള്ളത്, ഏതെങ്കിലും അവയവങ്ങൾ കുഴഞ്ഞത്, ഇത്തരം അയബുകളുള്ള ഒരു ജീവിയും ഉളഹിയത്തിന് മതിയാകുന്നതല്ല. അതേസമയം സൃഷ്ടിപ്പിലെ വാലില്ലാത്തത്, അല്ലെങ്കിൽ അകിടില്ലാതിരിക്കുക, കൊമ്പില്ലാതിരിക്കുക, അല്ലെങ്കിൽ കൊമ്പ് പൊട്ടിപ്പോയതാവുക, ഇതൊന്നും തന്നെ ഒരു ഉളഹിയത്തിന് പറ്റാത്ത ന്യൂനതകളല്ല. അതുപോലെ ചെവിക്ക് ചെറിയ ദോരം, ഒരു പൊട്ടൽ, കീറൽ, ഒരു ഭാഗം, ഒരു കഷ്ണം മുറിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ചെറിയ പൊട്ടലോ അതോ ദോരമൊന്നും തന്നെ വിരോധമുള്ളതല്ല. അതൊക്കെ ഉളഹിയത്തിന് പറ്റാവുന്നതാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഒരു ഉളഹിയത്ത് സംഭവിക്കണമെങ്കിൽ ഒട്ടകത്തിൻ്റെയോ അല്ലെങ്കിൽ മാട് വർഗത്തിൻ്റെയോ 7-1 മതിയാകുന്നതാണ്. വയുജ്സിഉൽ ബഈറു വൽ ബഖറതു അൻ സബ്അത്തിൻ വഅനി ദിമാഇ വഇൻ ഇഖ്തലഫത് അസ്ബാബുഹാ. അപ്പോൾ 7 ആളുകളെ തൊട്ട് വരെ ഒരു ഒട്ടകവും ഒരു കാളയും പോത്തും ഒക്കെ മതിയാകുന്നതാണ്, വ്യത്യസ്ത കാരണങ്ങളാണെങ്കിലും എന്ന. അഥവാ ഇവിടെ 7 ആളുകൾ കൂടി നമ്മൾ ചേർന്ന് അറുക്കുമ്പോൾ 7 ആളുകളുടേതും ഉളഹിയത്ത് തന്നെ ആകണമെന്നില്ല. അതിൽ 3 ആളുകൾ ഉളഹിയത്തിന് നെയ്യത്ത് വെച്ചുകൊണ്ടാണ് അറുക്കുന്നത്, വേറെ 2 ആളുകൾ അഖീഖത്തിൻ്റെ നെയ്യത്താണ്, വേറെ 2 ആളുകൾ വേറെ ഏതെങ്കിലും നിരക്ക് ഫിദിയയുടെ അറവാണ്. നിർബന്ധമായ അറവുണ്ടാകുമല്ലോ, പലപ്പോഴും ഹജ്ജിനും മറ്റുമൊക്കെ നിർബന്ധമാകുന്ന ഫിദിയയുടെ അറവാണ്, ആടിനറുക്കൽ നിർബന്ധമാണ്. ആ
ഒരു ഫിദിയയുടെ അറവാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 7 പേർ ചേർന്ന് ഒരു മാടിനെ അറുക്കുമ്പോൾ 7 പേരുടേതും ഒന്നു തന്നെ ആകൽ വ്യവസ്ഥയില്ല, നിബന്ധനയില്ല. ചില ആളുകൾക്ക് അത് ഉലഹിയത്താക്കാം, ചിലർക്ക് അക്കീക്കത്താക്കാം, ചിലർക്ക് ഫിദിയത്താക്കാം, ചില ആളുകൾക്ക് അത് വെറും മാംസത്തിന് വേണ്ടിയാക്കാം. അതൊക്കെ ആകാവുന്നതാണ്. ചുരുക്കത്തിൽ ഒരു ഉലഹിയത്തിന് ഒരാൾ അറുക്കാൻ കയറി, ഒരു ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉലഹിയത്ത് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉലഹിയത്ത് നേർച്ചയാക്കിയാൽ പോലും, ഒരാൾ ഒരു ഉലഹിയത്ത് നേർച്ചയാക്കി, ഒരു അക്കീക്കത്ത് നേർച്ചയാക്കി, എന്നാൽ അത് ലഭിക്കണമെങ്കിൽ, ആ നേർച്ച വീടണമെങ്കിൽ ഒരു ആടിനെ അറുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാടിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ 7 മതിയാകുന്നതാണ്. അപ്പോൾ ഇത് പലപ്പോഴും പലരും മനസ്സിലാക്കാത്തൊരു വിഷയം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഒരു ഉലഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കി, ഒരു മൃഗത്തെ നിർണ്ണയിച്ചുകൊണ്ട് ഈ മൃഗത്തെ ഉലഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കുകയല്ല, അപ്പോൾ അത് മൃഗത്തെ പൂർണ്ണമായി അറുക്കേണ്ടി വരുമല്ലോ. അതുപോലെ തന്നെ അക്കീക്കത്തും അങ്ങനെ ഒരു മൃഗത്തെ നിർണ്ണയിച്ച് നേർച്ചയാക്കുന്നല്ല. ഒരു കുട്ടി ഉണ്ടായാൽ അക്കീക്കത്ത് അറുക്കും. ഒരു അക്കീക്കത്ത് അറുക്കാൻ നേർച്ചയാക്കിയാൽ ആ നേർച്ച വീടണമെങ്കിൽ എന്തു മതി? ഒരു മാടിൻ്റെ, ഒരു പോത്തിൻ്റെ 7 മതിയാകുന്നതാണ്. അപ്പോൾ ആ 7 മാത്രം നേർച്ചയുടെ ഹുക്മിൽ വരികയുള്ളൂ. ബാക്കിയുള്ളത് മറ്റു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് എന്നർത്ഥം. അതായത് ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് അയാൾ ചെലവെടുക്കൽ നിർബന്ധമായ ആളുകളോ ഭക്ഷിക്കാൻ പാടില്ല. മാത്രമല്ല അത് മുഴുവൻ നാട്ടിലെ ഫക്കീറു മിസ്കീന്മാർക്ക് തന്നെ നൽകേണ്ടതുണ്ട്. നേർച്ചയുടെ ഉലഹിയത്താകുമ്പോൾ നാട്ടിലുള്ള ഫക്കീർ മിസ്കീന്മാർക്ക് അതിൽ മുഴുവനായി നൽകേണ്ടതുണ്ട്. നാട്ടിലെ ധനികർക്ക് നൽകാൻ പാടില്ല, മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല, അതേപോലെ തന്നെ അഹ്ലുബൈത്തിന് പാടില്ല. ഇതൊക്കെ നേർച്ചയുടെ നിബന്ധനകളാണ്. അവിടെയാണ് ഈ വിഷയം വരിക. തുഹഫയിൽ ഷർവാനിൽ കാണാം, വലൗ ലൊഹ ബദനത്തൻ ഔ ബക്കറത്തൻ ബദല ഷാത്തിൻ വാജിബ. നിർബന്ധമായ ഒരു ആടിനു പകരം ഒരു ഒട്ടകത്തെയോ അല്ലെങ്കിൽ ഒരു കാളയെയോ അറുത്തു കഴിഞ്ഞാൽ ഫസായിദു അല സുബ്ഇ തതവ്വുൻ. ആ സുബ്, കാരണം ആടിൻ്റെ സ്ഥാനത്ത് ഈ ബക്കറിൻ തതവ്വുഇ, സുന്നത്തായ ഉലഹിയത്തിൻ്റെ മാംസം വിനിയോഗിക്കും പോലെ വിനിയോഗിക്കാം. അപ്പോൾ അതിൽ നിന്ന് കഴിക്കാം. അപ്പോൾ ഒരു ഉലഹിയത്ത് നേർച്ചയാക്കിയാൽ, അക്കീക്കത്ത് നേർച്ചയാക്കിയാൽ, ഒരു ഒട്ടകത്തെയോ മാടിനെയോ അറുത്തു കഴിഞ്ഞാൽ അതിന് 7 മാത്രം നേർച്ചയുടെ വിധി വരുന്നതും അത് പൂർണ്ണമായി നാട്ടിലെ ഫക്കീർ മിസ്കീന്മാർക്ക് തന്നെ ദാനം നൽകുകയും ബാക്കിയുള്ളതിൽ നിന്ന് അവന് കഴിക്കുകയോ മറ്റൊക്കെ ആകാവുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഒരു മൃഗത്തിന്, ഒരു ഉലഹിയത്തിന് ഒരു ആടോ അല്ലെങ്കിൽ ബക്കറിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ 7 മതിയാകുന്നതാണ്. ഇനി ഉലഹിയത്ത് അറുക്കുന്ന സമയം ഏറ്റവും നല്ലത് എത്ര എണ്ണമുണ്ടെങ്കിലും ദുൽഹിജ്ജ 10 അന്ന്, ബലിപെരുന്നാളിൻ്റെ അന്നു തന്നെ അറുക്കലാണ്. ബലിപെരുന്നാളിൻ്റെ അന്നോ തൊട്ടടുത്തുള്ള 3 ദിവസങ്ങളിലോ അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങളിലോ അറുക്കാം. അറവിൻ്റെ സമയമെന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ചുയർന്ന് ചുരുങ്ങിയ രീതിയിൽ 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുതുബക്കും ആവശ്യമാകുന്ന സമയം എത്രയാണോ ആ സമയം കഴിഞ്ഞത് മുതൽ അയ്യാമു തശ്രീഖിൻ്റെ ദുൽഹിജ്ജ 13 അവസാനം വരെ, മഗ്‌രിബിന് തൊട്ട് മുമ്പ് വരെ അതിന് സമയമുണ്ട്. പ്രത്യേകിച്ചു കാരണങ്ങളൊന്നും മസ്ലഹത്തൊന്നുമില്ല എങ്കിൽ രാത്രി അറുക്കൽ കറാഹത്താണ് എന്നതാണ് നിയമം. അതുപോലെ തന്നെ ആ ഉലഹിയത്തിന്, സുന്നത്തായ ഉലഹിയത്താകുമ്പോൾ അതിൽ നിന്ന് ദാനം ചെയ്യൽ നിർബന്ധമായത് ഒരല്പം, ഒരു ഫക്കീറിനോ മിസ്കീനിനോ ആ തൻ്റെ മാംസത്തിൽ നിന്ന്, ഉലഹിയത്ത് മൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് ഒരല്പം അത് അങ്ങനെ പച്ചയായി തന്നെ നൽകൽ നിർബന്ധമാണ്. ബാക്കിയുള്ളത് വേണമെങ്കിൽ അവനക്ക് എന്തും ചെയ്യാവുന്നതാണ് എന്നർത്ഥം. നിർബന്ധം വീടണമെങ്കിൽ ഒരല്പം മാത്രമേ ദാനം ചെയ്യേണ്ടതുള്ളൂ. ഏറ്റവും ശ്രേഷ്ഠമായ രീതി അറുക്കുന്നയാൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി അതിൽ നിന്ന് അല്പം മാത്രം എടുക്കുകയും ആ എടുക്കുന്നത് തന്നെ അതിൻ്റെ കരളിൽ നിന്നായിരിക്കലും പ്രത്യേകം സുന്നത്തുണ്ട്. ബാക്കി മുഴുവനും ദാനം ചെയ്യലാണ് അഫ്ളൽ. എന്നാൽ അല്പം മാത്രം, അതിനേക്കാൾ കൂടുതൽ എടുക്കുന്നുവെങ്കിൽ ആകെയുള്ള മാംസത്തിൻ്റെ 1/3 കൂടാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉലഹിയത്തായി സംഭവിക്കണമെങ്കിൽ നിയ്യത്ത് അനിവാര്യമാണ്. അറുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിർണയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്താക്കുകയാണെങ്കിൽ ആ വക്കാലത്താക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. നിയ്യത്ത് ചെയ്യുമ്പോൾ പ്രത്യേകം നവൈത്തുൽ ഉൽഹിയത്തുൽ മസ്നൂന, സുന്നത്തായ ഉൽഹിയത്തെ ഞാൻ കരുതി എന്നോ സുന്നത്തായ ഉൽഹിയത്ത് കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്നോ ഒക്കെ അറക്കുന്ന സമയത്ത് പ്രത്യേകം നിയ്യത്ത് ചെയ്യുക. സുന്നത്തായ ഉൽഹിയത്ത് എന്ന് തന്നെ കരുതേണ്ടതുണ്ട്, അത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഉൽഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഒട്ടും നൽകൽ അനുവദനീയമല്ല. അത് പച്ചയായിട്ടോ വേവിച്ചിട്ടോ ഒന്നും തന്നെ നൽകാൻ പാടില്ല എന്നതാണ് നിയമം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉൽഹിയത്തിൻ്റെ മാംസം അത് പാവങ്ങളായ ആളുകൾക്ക് കിട്ടിയാൽ, ഫക്കീർ മിസ്കീന് കിട്ടിയാൽ അവർക്കതിൽ ഉടമാവകാശം ഉണ്ടാകുന്നതാണ്. വേണമെങ്കിൽ അതവർക്ക് വിൽപ്പന നടത്താവുന്നതാണ് എന്നർത്ഥം. എന്നാൽ അത് ധനികർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഉടമാവകാശം ഉണ്ടാവുകയില്ല. വിൽപ്പനക്കുള്ള അധികാരം അവർക്ക്
അവർക്കുണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉളുഹിയത്തുമായിട്ട് നമ്മൾ ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ഈ ചുരുങ്ങിയ ക്ലാസ് മതിയാവുകയില്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരെങ്കിലുമൊക്കെ നമുക്ക് സംശയങ്ങളോ മറ്റു കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം പറയാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.